മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം എന്നത് ആധ്യാത്മിക ജീവിതത്തിന്റെ ആദ്യത്തെ പടിവെപ്പും ദൈവകൃപയോടുള്ള മനുഷ്യന്റെ തുറവിയുമാണ്. വിശ്വാസത്തിൽ നിന്ന് അവൻ ദൈവിക ശരണത്തിലേക്കും അവിടെ നിന്ന് ദൈവസ്നേഹത്തിലേക്കും എത്തിച്ചേരുന്നു. വിശ്വാസം മൂലം അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി. വിശ്വാസം മൂലം പഴയ നിയമത്തിലെ യൗസേപ്പ് ഈജിപ്തിന്റെ ഭരണാധികാരിയായി. തന്റെ ദൈവവിശ്വാസം മൂലം മോശ ഇസ്രായേൽ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. വിശ്വാസം മൂലം ഇസ്രായേൽ ജനം ജെറീക്കോ മതിലിനെ തകർത്തു. സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസം മൂലം പരിശുദ്ധ കന്യാമറിയം രക്ഷകന്റെ മാതാവായി. വിശ്വാസം മൂലം വിശുദ്ധ യൗസേപ്പ് പിതാവ് രക്ഷകന്റെ രക്ഷാകർത്താവായി. വിശ്വാസം മൂലം അപ്പസ്തോലന്മാർ ഭൂലോകത്തിന്റെ 4 ഭാഗങ്ങളിലും ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. വിശ്വാസം മൂലം ആദിമസഭ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളായി. അവിശ്വാസം മൂലം ആദി മാതാപിതാക്കന്മാർ ദൈവത്തിന്റെ വിജ്ഞാനം നിരസിച്ച് സർപ്പത്തിന്റെ അറിവിനെ വിശ്വസിച്ചു. അവിശ്വാസം മൂലം ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ വസിച്ചു. അവിശ്വാസം മൂലം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ സർപ്പത്തിന്റെ ദംശനമേറ്റു. അവിശ്വാസം മൂലം ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലും ബാബിലോൺ അടിമത്തത്തിലും അകപ്പെട്ടു. അവിശ്വാസം മൂലം യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ അവന്റെ തന്നെ ജീവൻ അപഹരിച്ചു. സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസം ഒരേ സമയം മനുഷ്യന്റെ ഉയർച്ചയ്ക്കും അവിശ്വാസം അതേസമയം മനുഷ്യന്റെ പതനത്തിനും കാരണമാകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വിശ്വാസത്തിന്റെ 2 തലങ്ങളെ കണ്ടുമുട്ടുന്നു. ഒന്ന്, വിശ്വാസം മൂലം തന്റെ ജീവിതത്തിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുതം നിറവേറ്റുക. മറ്റൊന്ന്, തന്റെ വിശ്വാസം മൂലം മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവ അത്ഭുതത്തിന് കാരണമാകുക. രക്തസ്രാവകാരിയായ സ്ത്രീ വിശ്വാസം മൂലം തന്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിന്റെ അളവ് കണ്ടെത്തുന്നു. 100 കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ആ സമൂഹത്തിൽ 99 പേരും ക്രിസ്തുവിന്റെ അത്ഭുതത്തിന് പാത്രമാകുന്നില്ല. മറിച്ച് അവനെ വിശ്വസിച്ച് അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന ആ ഒരേ ഒരു രക്തസ്രാവ സ്ത്രീ മാത്രമാണ് ക്രിസ്തു സ്നേഹത്തിന്റെ ആഴത്തിലേക്ക്, ക്രിസ്തു സ്നേഹത്തിന്റെ അത്ഭുതത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ കാൽക്കൽ വീണ് തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൈറോസ് തന്റെ വിശ്വാസം മൂലം തന്റെ മകളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന് കാരണമാകുന്നു. മരണപ്പെട്ട അവൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. മറിച്ച് അവൾക്ക് വേണ്ടി അവളുടെ പിതാവാണ് ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ക്രിസ്തു അവനോട് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ അത്ഭുതത്തിന് കാരണമാകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ പങ്കുവെക്കുന്നത് പോലെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ക്രിസ്തുവിന്റെ ദൈവമഹത്വത്തിന് വേണ്ടി, അവിടുത്തെ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ക്രിസ്തു സ്നേഹം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്താം. ആ ക്രിസ്തു വിശ്വാസത്തിലൂടെ ക്രിസ്തുവിലേക്കുള്ള ശരണത്തിലും അവിടുത്തേക്കുള്ള സ്നേഹത്തിലും നമുക്ക് ആഴപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.